എല്ലാവർക്കും SB അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബീഫ് ലിവറാണ്. അത് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കണം. ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുക. 1 സ്പൂണ് കുരുമുളക് പൊടി, ഉപ്പ് ആവശ്യത്തിനായിട്ട് ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഇതൊന്ന് നല്ലപോലെ കൈകൊണ്ടൊന്ന് തിരുമ്പിച്ച് ചേർക്കുക. വെള്ളം തീരെ ഒഴിച്ചു കൊടുക്കണ്ട. ഇത് തന്നെ ലിവറാണ്, ഇതിൽ നല്ലപോലെ വെള്ളം ഉണ്ടാവും. ഇനി ഇത് നമുക്കൊരു 10 മിനിറ്റ് നേരം വേവിച്ചെടുക്കാം. നമുക്കൊരു 10 മിനിറ്റ് നേരം വേവിച്ചെടുക്കാം. തുറന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ഒട്ടും വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നില്ല. തിളച്ച് വരുമ്പോൾ നല്ലപോലെ വെള്ളം വന്നിട്ടുണ്ട്. ഇനി വെള്ളമൊക്കെ വറ്റിച്ചെടുക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ലിവറിലെ വെള്ളമൊക്കെ നല്ലപോലെ വറ്റിയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് നേരം ഒന്ന് തുറന്ന് വെച്ച് വെള്ളം വറ്റിച്ചെടുത്താൽ മതി. ഫുള്ള് വെള്ളം വറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് വറുത്തെടുക്കണം. നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലിവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ലിവറൊക്കെ നല്ലപോലെ മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോരിയെടുക്കാം. തീ കുറച്ചിട്ടിട്ട് കോരിയെടുക്കാം. വെളിച്ചെണ്ണയാണിത്. അതിലേക്ക് 1/4 ടീസ്പൂണ് ഉലുവ, 1 ടീസ്പൂണ് വലിയ ജീരകം, ഒരു ചെറിയ കഷ്ണം തേങ്ങ, ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത്, വെളുത്തുള്ളി 6 അല്ലി ചെറുതാക്കി അരിഞ്ഞത്, അത് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത്. ഇതൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റി. നമ്മുടെ മസാല ഒക്കെ നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് 2 തണ്ട് മല്ലിയിലയും വേപ്പിലയും, 3 ടീസ്പൂണ് ചതച്ച മുളക്, വറുത്ത് വെച്ച ലിവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിപ്പിക്കുക. നമ്മുടെ ലിവർ ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.